നാദസമ്പ്രദായങ്ങളിൽ അതിഗംഭീര ഭാവത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രം, നേപ്പാളിലെ ശ്രീ പശുപതിനാഥ ക്ഷേത്രം. ശൈവഭക്തർക്ക് അതീവ വിശ്വാസധാരകളുള്ള പ്രദേശമാണ് നേപ്പാളും പശുപതിനാഥവും. കൈലാസയാത്രയ്ക്ക് നേപ്പാൾ മാർഗം സഞ്ചരിക്കുന്നവരെല്ലാം പശുപതിനാഥനിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ടാണ് പോകാറ്. ഭാരതപുരാണങ്ങളിൽ നേമിയുടെ രാജ്യം എന്നും ഈ പ്രദേശം അറിയപ്പെടാറുണ്ട്. കിരാതന്മാരുടെ ഭൂമിക എന്നും അതുപോലെ തന്നെ മിഥിലാലയം എന്നും ഒക്കെ അറിയപ്പെടുന്ന നേപ്പാളിലേക്ക് നമ്മൾ എത്തുമ്പോൾ നേപ്പാളിൽ ഒരേ രീതിയിൽ ഹിന്ദു ബുദ്ധ സംസ്കാരങ്ങൾ കൈകോർത്ത് നിൽക്കുന്നത് കാണാനാകും. ആ കൈകോർത്ത് നിൽക്കുന്ന സംസ്കാരത്തെ അറിയുവാനായി നമ്മൾ പശുപതിനാഥ സമ്പ്രദായങ്ങളെ അറിയുമ്പോൾ, നാദസമ്പ്രദായങ്ങൾ കേദാരനാഥൻ ഹിമാലയ സാനുക്കളിൽ എങ്ങനെ ഉയർന്നു നിൽക്കുന്നുവോ അതുപോലെ താഴ്വരകളിൽ നിലകൊള്ളുന്ന ശൈവ സമ്പ്രദായങ്ങളെ പശുപതിനാഥൻ എന്ന് വിശേഷിപ്പിക്കുന്നു. പശുപതി എന്നാൽ സകലവിധ ജീവനുള്ളതിൻ്റെയും ജീവനില്ലാത്തതിൻ്റെയും നാഥനായ ഈശ്വരൻ എന്നാണ്. ഈ ഒരു പ്രത്യേകമായ ശ്രീകോവിൽ 4 വശത്തേക്കും തുറന്നിരിക്കുന്ന ശ്രീകോവിലൂടെ 4 1 5 മുഖങ്ങളോട് കൂടിയിട്ടാണ് മഹാദേവൻ ദർശനം നൽകുന്നത്. സദ്യോജാതം, തത്പുരുഷം, വാമദേവം, അഘോരം, ഈശാനം എന്നിങ്ങനെ അറിയുന്ന 5 മുഖങ്ങൾ. ഈ 5 മുഖങ്ങളിലൂടെ 5 ഭാവങ്ങൾ, നന്ദി നോക്കിയിരിക്കുന്ന പടിഞ്ഞാറ് വശത്തു കൂടി അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദം, ഇതൊക്കെയും പശുപതിനാഥത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരുപാട് അവധൂത സന്യാസിമാർ, ശിവവേഷം പൂണ്ടവർ, സന്യാസിമാർ, അങ്ങനെ പലർ, ശൈവഭക്തർ, അങ്ങനെ നിരവധി പേർ എന്നും എത്തുന്ന പശുപതിനാഥത്തിൻ്റെ തിരുനടയിൽ എത്തുവാനായാൽ അത് മഹാഭാഗ്യം എന്ന് മനസ്സിലാക്കാം. ഒഴുകുന്നൊരു പുഴയുടെ തീരത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നതും ചരിത്രമല്ല, സത്യം. പശുപതിനാഥ ക്ഷേത്രത്തിലെ പൂജാ സമ്പ്രദായങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ, ക്ഷേത്രഭൂമിയിൽ എത്തുമ്പോൾ തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നെത്തുന്ന നമുക്ക് വലിയൊരു അഭിമാനമുണ്ടാകുന്നൊരു കാര്യമുണ്ട്. ദക്ഷിണേന്ത്യ ഓർക്കുക, നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിൽ പോലുമല്ല, ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാളിലാണ്. നേപ്പാളിലെ കാഠ്മണ്ഡു, നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ് പശുപതിനാഥ ക്ഷേത്രമുള്ളത്. എന്നാൽ ഇവിടുത്തെ പൂജാരീതികൾ തീരുമാനിച്ചത് ആരാണ്? ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ. ആദിശങ്കരാചാര്യരുടെ ആ വംശപാരമ്പര്യം തന്നെ, അല്ലെങ്കിൽ ആ ആദിശങ്കരാചാര്യ മഠങ്ങളിൽ നിന്ന് തീരുമാനിക്കുന്ന പ്രത്യേകമായ പൂജാവിധികൾ, കർണാടകയിൽ നിന്ന് ശൃംഗേരി മഠത്തിൽ നിന്നുമൊക്കെ പ്രത്യേകമായി പൂജാവിധികൾ പഠിപ്പിച്ച് അയക്കുന്ന ഭട്ടുമാർ മാത്രമാണ് ഇവിടെ പൂജകൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇന്നും അതങ്ങനെ തന്നെ പോവാണ്. അപ്പോൾ ശരിക്കും ആലോചിക്കും, നമ്മളിവിടെ വരുമ്പോൾ പശുപതിനാഥം എന്ന വിശ്വപ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നെത്തിയ പൂജാരിമാരാണ്. അതിനും ചില നിഷ്ഠകളുണ്ട്. അവരെങ്ങനെ പൂജകൾ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചിരിക്കണം, എന്തിലൊക്കെ പ്രാഗൽഭ്യം നേടിയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. ക്ഷേത്രഭൂമിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പടിഞ്ഞാറേ നടയാണ് പ്രധാന നടയെന്ന്. റോഡ് മാർഗം വരുമ്പോൾ പടിഞ്ഞാറേ നടയിലൂടെയാണ് നമ്മൾ എത്താം. ഈ വഴിയിലൂടെ എത്തുമ്പോൾ തന്നെ ശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹം നമുക്ക് കാണാം. ശങ്കരാചാര്യരുടെ വിഗ്രഹം ഇരിക്കുന്നതിന് തൊട്ടരികിലായി ആ ഒരു ഗുരു പരമ്പരകളെയെല്ലാം കാണാം. അതിനും അടുത്തായി പശുപതിനാഥ ക്ഷേത്രത്തിലെ ശിവലിംഗം. പശുപതിനാഥത്തിന് അകത്തേക്ക് നമുക്ക് ക്യാമറ പ്രവേശിക്കാനാവില്ല. പക്ഷേ അകത്തെ ശിവലിംഗം എങ്ങനെയാണ്? ഒരു ശിവലിംഗത്തിൽ തന്നെ മുഖങ്ങൾ ചേർക്കുന്നതാണ് ഇവിടുത്തെ ലിംഗത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ 4 വശങ്ങളിലേക്കും മുകളിലേക്കും മുഖമുള്ള പശുപതിനാഥൻ്റെ മുഖലിംഗം നമുക്ക് ഇവിടെ പ്രവേശിക്കുമ്പോൾ തന്നെ കാണാനാകും. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ പശുപതിനാഥ ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ശങ്കരാചാര്യർ ആ ഗുരുവിൻ്റെ, ജഗദ്ഗുരുവിന് മുന്നിൽ പാദവന്ദനം നടത്തിക്കൊണ്ട് ആ ഗുരുവിൻ്റെ സഞ്ചാര വഴികൾ ഓരോ കാലത്തും ഭാരതത്തിലെ ഓരോ മനുഷ്യർക്കും അതിൻ്റെ സംസ്കാരത്തെ, അതിൻ്റെ ചൈതന്യങ്ങളെ അറിയാൻ ശ്രമിക്കുന്ന ഓരോ ആത്മീയ അന്വേഷിക്കും എല്ലാ കാലത്തും ആത്മാഭിമാനം നൽകിക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ ആ പടിഞ്ഞാറേ നടയിലേക്ക് എത്തുമ്പോൾ, പടിഞ്ഞാറേ നടയിൽ നമുക്ക് മഹാദേവൻ്റെ സാന്നിധ്യം, പശുപതിനാഥം എന്ന വിശ്വവിഖ്യാതമായ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നമുക്ക് നിൽക്കുമ്പോൾ വലിയ കമാനങ്ങളും തൃശൂലം കയ്യിലേന്തി നിൽക്കുന്ന ഭാവത്തിലുള്ള മഹാദേവൻ്റെ ശില്പവുമൊക്കെ കാണാം. അതിന് താഴെ നമുക്ക് ലോഹത്താൽ നിർമ്മിതമായൊരു കവാടവും, അതിനകത്തൂടെ അകത്തേക്ക് നോക്കിയാൽ അങ്ങോട്ട് ശിവലിംഗത്തിലേക്ക് നോക്കിയിരിക്കുന്ന വലിയ നന്ദികേശനെ കാണാം. നന്ദികേശൻ്റെ പിൻഭാഗം മാത്രമാണ് നമുക്ക് കാണാനാകുന്നത്. പക്ഷേ നന്ദികേശൻ നോക്കിയിരിക്കുന്നത് മഹാദേവനെയാണ്. പശുപതിനാഥം എന്ന മഹാസമ്പ്രദായത്തെ, മഹാസത്യത്തെ അറിയുവാൻ നയപാല രാജ്യത്തേക്ക് എത്തിയാൽ ഈ കാഴ്ചകൾക്ക് പ്രാധാന്യമുണ്ടല്ലോ തീർച്ചയായും.
പശുപതിനാഥന്റെ സന്ധ്യാനേരങ്ങൾക്ക് മറ്റൊരു ഭാവമാണ്. നമ്മൾ പടിഞ്ഞാറൻ നടയിലൂടെ അകത്തേക്ക് വരുമ്പോൾ ഒരു ക്ഷേത്ര സമാനമായ ലക്ഷണങ്ങളാണ് കാണുന്നത്. പക്ഷേ കിഴക്കേ നടയിലേക്ക് എത്തുമ്പോഴാണ് വാങ്മയി പുഴ ഒഴുകുന്നത് കാണുന്നത്. വാങ്മയി പുഴയ്ക്ക് ഇക്കരെയാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ ദിവസവും സായാഹ്ന സന്ധ്യാനേരത്ത് ഇവിടെ ആരതി നടക്കാറുണ്ട്. ആരതിക്കൊപ്പം സങ്കല്പ പൂജയും. പരസഹസ്രം ജനങ്ങൾ, ഭക്തലോകം ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തുമായി ആ സമയത്ത് തമ്പടിക്കും. നിരവധി പേർ. ക്ഷേത്രത്തിന് നേരെ പുറകിൽ 12 മഹാലൈ എന്നറിയുന്ന മഹാദേവന്റെ 15 ക്ഷേത്രങ്ങളുണ്ട്. 15 ശിവലിംഗങ്ങൾ സാന്നിധ്യമാകുന്ന ക്ഷേത്രങ്ങൾ. അതിനും വാങ്മയി പുഴയ്ക്കും ഇടയ്ക്കുള്ളൊരു തലത്തിലാണ് സങ്കല്പ പൂജ നടക്കുക. സങ്കല്പ പൂജ നടക്കുകയും ആരതി നടക്കുകയും ചെയ്യും. സന്ധ്യാനേരത്തെ ഈ ആരതി കാശിയിലെത്തിയാൽ നമ്മൾ എങ്ങനെയാണോ ഗംഗാരതി കാണുന്നത്, ഹരിദ്വാറിലെത്തിയാൽ ഹരിക്കി പൗരിയിലെ ഗംഗാരതി എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ വൃന്ദാവനത്തിലെത്തിയാൽ യമുന ആരതി എങ്ങനെയാണോ കാണുന്നത്, അതിന് തത്തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് വാങ്മയി പുഴയുടെ ആരതി കാണേണ്ടത്. വാങ്മയി അഥവാ ബാഗ്മതി എന്നറിയപ്പെടുന്ന പുഴ ശരിക്കും സർവ്വവിധമായ സരസ്വതി സാന്നിധ്യമാണ്. നമ്മുടെ ഭാരതപ്പുഴ ഗായത്രി നദിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ സരസ്വതിയുടെ സാന്നിധ്യമായിട്ടാണ് വാങ്മയി പുഴ ഒഴുകുന്നത്. കൊട്ടിയൂരപ്പന്റെ മുന്നിലൂടെ ഒഴുകുന്ന വാങ്മയി പുഴയും ഇതേ സങ്കല്പത്തെ തന്നെയാണ് വഹിക്കുന്നത്. അപ്പോൾ പശുപതിനാഥനായ 5 മുഖങ്ങളോട് കൂടിയിരുന്ന് സർവ്വലോകത്തെയും ദർശിക്കുന്ന മഹാദേവന്റെ സാക്ഷാൽ സാന്നിധ്യം. ഈ ഒരു ക്ഷേത്രത്തിനകത്ത് ഏതാണ്ട് 108 ശിവലിംഗങ്ങൾ ഉണ്ടെന്നാണ്. ആരാണോ പശുപതിനാഥ ക്ഷേത്രത്തെ വലം വയ്ക്കുന്നത്, ഈ 108 ശിവക്ഷേത്രങ്ങളെ വലം വയ്ക്കുന്നു എന്നാണ്. എന്നാൽ 1 കോടി ശിവലിംഗങ്ങളിൽ അഭിഷേകം നടത്തിയ പുണ്യമാണ് ഒരു പശുപതിനാഥ ക്ഷേത്ര ദർശനത്തിലൂടെ ലഭിക്കുക. ഇപ്പൊ കിഴക്കേ നട അടച്ചിരിക്കുകയാണ്. കിഴക്കേ നട എപ്പോഴും അടച്ചു തന്നെയാണ് നമ്മൾ കാണാറ്. ഈ കിഴക്കേ നടയ്ക്ക് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ വാങ്മയി പുഴ ശ്മശാന ഭൂമിയാകുന്നത് കാണാം. എങ്ങനെയാണോ കാശിയിൽ മണികർണിക ഘാട്ട്, അതുപോലെ വാങ്മയി പുഴയുടെ ഒരു തീരമാകെ ശ്മശാനമായി മാറും. എപ്പോഴും ശവശരീരങ്ങൾ വന്നുകൊണ്ടിരിക്കും. സന്ധ്യയെന്നില്ല, രാത്രിയെന്നില്ല, പൂജാനേരമെന്നില്ല, ഒന്നുമില്ല. ഇവിടെ മൃതശരീരങ്ങൾക്ക് പ്രത്യേകിച്ച് അയിത്തവുമില്ല. ശവദാഹം എന്ന് പറയുന്നത് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കർമ്മവുമല്ല. ജീവിതത്തിന്റെ തന്നെ മോക്ഷപദങ്ങളിലേക്കുള്ള സായുജ്യമടയുന്ന നിമിഷങ്ങളെയാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത്. അപ്പോൾ ആ സന്ധ്യാനേരത്തെ ആരതിക്ക് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്ന വിശേഷമായൊരു അനുഭവവും അവസരവുമാണ് നമുക്ക് ലഭിക്കുന്നത്. Moksha, Journey to the Self.